2 ദിവസത്തേക്ക് സ്കൂളിൽ പോകണ്ട. ശരിയാ, ഈ ബാലകല ബാലോ ബാബലോക എടാ ബാലകലോത്സവം വിവരം വിദ്യാഭ്യാസവുമുള്ള ഒറ്റൊരുത്തനുമില്ല ഇവിടെ. അതവിടെ നിക്കട്ടെ, നീ എന്താ പരിപാടിക്കൊന്നും പേര് കൊടുക്കാത്തത്? പേര് കൊടുത്താൽ നമുക്കിങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഭരതനാട്യത്തിനും കഥകളിക്കും പങ്കെടുക്കാൻ നമ്മുടെ ടോണിയില്ലേ, അവന് മേക്കപ്പിനും കോച്ചിങ്ങിനുമായി ചെലവായതേ 20. കഷ്ടം. എന്തോന്ന് കഷ്ടം? എടാ വലുതായാൽ സ്പോർട്സ് കോട്ടയിൽ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടും. സ്പോർട്സ് കോട്ടയോ? എന്ത്, കഥകളിക്കോ? സോറി, മാറിപ്പോയി. സ്പോർട്സ് കോട്ടയല്ല, പിന്നെ എന്താ പറയാ? കലാകോട്ട. കലാകോട്ടയല്ല, വെഹിക്കിൾ കോട്ട. ഒന്ന് പോടാ അവിടുന്ന്. അല്ല, നീ ഡുണ്ടുവിനെ കണ്ടിരുന്നോ? അവള് പരിപാടിക്കൊന്നും പേര് കൊടുത്തില്ല എന്നാണല്ലോ പറഞ്ഞത്. അവളുടെ ആന്റിയുടെ കൂടെ സ്വർണം എടുക്കാൻ പോയതാ. സ്വർണം എടുത്താൽ പൊങ്ങാത്തത് കൊണ്ടാണോ ഡുണ്ടുവിനെ വിളിച്ചത്? ഓ തമാശ, ചുമ്മാ കൂട്ടിന് വിളിച്ചതായിരിക്കുമെടാ. അവളുടെ ആന്റിയുടെ കല്യാണത്തിന് 200 പവനാണത്രേ കൊടുക്കുന്നത്. ദൈവം തമ്പുരാനെ, 200 പവനോ? ഒരു പവന് ഏകദേശം 25,000 രൂപയില്ലേ? അപ്പോ 200 പവൻ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയോ? നമ്മളൊക്കെ കല്യാണപ്രായമാകുമ്പോൾ പവൻ 1 ലക്ഷം ആകുമോ? ഹായ്, സുഖം തന്നെ. അധികം ചിരിക്കണ്ട, നിനക്ക് 2 അനിയത്തിമാരാ ഉള്ളത്, ഓർമ്മ വേണം. എന്റെ അമ്മോ, സ്വർണം അതവിടെ നിക്കട്ടെ, നീ പെട്രോളിന്റെ കാര്യം എടുക്ക്. എന്താ വിലക്കയറ്റം! ശരിയാ, താങ്ങില്ല. എന്റെ അച്ഛന്റെ പാട്ടക്കാർ അങ്ങ് വിറ്റു. എന്നിട്ടിപ്പോ ഇലക്ട്രിക് സ്കൂട്ടറാ ഓടിക്കുന്നത്. എന്താ ലാഭം എന്നറിയോ? എല്ലാരും പെട്രോളിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു. എന്റെ അച്ഛനെ നോക്ക്, പുള്ളിക്ക് ഒരു ടെൻഷനും ഇല്ല. അല്ല, അതിന്റെ ആവശ്യവുമില്ല. അതെന്താ, നിന്റെ അച്ഛനാണോ ഭാരത് പെട്രോളിയത്തിന്റെ MD? ഏയ്, അതൊന്നുമല്ല. എന്നാൽ പറയടാ, എന്താ പുള്ളിക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമല്ലാത്തത്? എന്റെ അച്ഛൻ അന്നും ഇന്നും എന്നും 100 രൂപയ്ക്കാ പെട്രോൾ അടിക്കുന്നത്. നോ പ്രോബ്ലം.